അങ്ങനെ കൊച്ചിയിൽ ഈ നിക്ഷേപ പരിപാടി നടക്കുമ്പോൾ തന്നെയാണ് തിരുവനന്തപുരത്ത് ആശാവർക്കർമാരുടെ സമരം രണ്ടാഴ്ചയാകുന്നത്. സർക്കാർ പ്രതികാരം ചെയ്യുന്നുവെന്നാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാർ പറയുന്നത്. മഹാസംഗമത്തിൽ പങ്കെടുത്ത ആശമാരുടെ പട്ടിക ശേഖരിച്ച് ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് ഭീഷണിപ്പെടുത്തുന്നുവെന്നാണ് ആരോപണം. സമരം കോൺഗ്രസ് ഏറ്റെടുത്തു എന്ന പ്രചാരണം ആശാവർക്കർമാർ തള്ളുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ മഹാസംഗമം പ്രഖ്യാപിച്ചപ്പോൾ മുതൽ എല്ലാ സ്ഥലങ്ങളിലും അതിലേക്ക് ആള് വരാതിരിക്കാനുള്ള വലിയൊരു പ്രവർത്തനം നടക്കുന്നുണ്ടായിരുന്നു. വോയിസ് മെസ്സേജുകളായിട്ടും റിട്ടേൺ ടെക്സ്റ്റ് മെസ്സേജുകളായിട്ടും അയച്ചുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആശമാരാണ് കാസർഗോഡ്, വയനാട് മുതൽ ഉള്ള ആളുകൾ വളരെ കഷ്ടപ്പെട്ട് ഇവിടെ വന്നു. പക്ഷെ തിരിച്ചു വന്നപ്പോൾ അവരെ എല്ലാം ലിസ്റ്റ് എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് എല്ലാ സെന്ററുകളിൽ നിന്നും ആശമാർ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളോട് വന്ന് ലിസ്റ്റ് ചോദിക്കുന്നു, സമരത്തിൽ പങ്കെടുത്ത എത്ര പേരാണെന്നുള്ള ഒരു ലിസ്റ്റ് കൊടുക്കുന്നു. അതൊക്കെ ആസൂത്രിതമായി അവരെ ഭയപ്പെടുത്താനും ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇതിനകത്ത് ഭവിഷ്യത്ത് നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ, അനുഭവിക്കാൻ പോകുന്നതെന്നൊക്കെ അത് വ്യക്തമായും ഭരണാനുകൂല സംഘടനയായ CIT ആണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമരം 13ാം ദിവസവും തുടരുകയാണ്. സമരവേദിയിൽ കൂടുതൽ നേതാക്കൾ എത്തിയിട്ടുണ്ട്. സമരക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് കൂടുതൽ നേതാക്കൾ എത്തുന്നത്. രമേശ് ചെന്നിത്തല ഇന്ന് രാവിലെ സമരസ്ഥലത്ത് എത്തിയിരുന്നു. സമരത്തിൽ രാഷ്ട്രീയമില്ല എന്നും സർവീസിൽ നിന്ന് പിരിച്ചുവിടുമെന്ന ഭീഷണി നല്ലതല്ല എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അരമണിക്കൂറിൽ തീർക്കാൻ കഴിയുന്ന കാര്യമായിട്ട് സമരം കണ്ടില്ല എന്ന് നടിക്കുന്ന മുഖ്യമന്ത്രി ക്രൂരനാണ് എന്നും ചെന്നിത്തല വിമർശിച്ചു. ഇത് വളരെ ക്രൂരമായ നിലപാടാണ് സംസ്ഥാന ഗവൺമെന്റ് എടുക്കുന്നത്. മുഖ്യമന്ത്രി വിചാരിച്ചാൽ അരമണിക്കൂർ കൊണ്ട് തീരേണ്ട ഒരു കാര്യമാണിത്. കാരണം ഇവരാവശ്യപ്പെടുന്ന ന്യായമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി അവരെ വിളിച്ച് ചർച്ച ചെയ്യണം. ഓണറേറിയം വർദ്ധിപ്പിക്കണം, അതുപോലെ വിരമിക്കൽ ആനുകൂല്യം കൊടുക്കണം. ഇതൊക്കെ ന്യായമല്ലേ? 232 രൂപ ഒരു ദിവസം കൊടുത്താൽ ആർക്കാ ജീവിക്കാൻ കഴിയുന്നത്? അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാൻ അടിയന്തരമായി മുഖ്യമന്ത്രി ഇടപെടണം. ധനകാര്യമന്ത്രിയുടെ പ്രസ്താവന വളരെ ദൌർഭാഗ്യകരമായി പോയി. എല്ലാവർക്കും വാരിക്കോരി കൊടുക്കല്ലേ? ഈ പാവങ്ങൾക്ക് വാരിക്കോരി കൊടുക്കണ്ട, വയറ് നിറയ്ക്കാനെങ്കിലും ഒരു അവസരം അവർക്ക് കൊടുക്കണ്ടേ? എന്ത് ക്രൂരതയാണ് ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് ഇവരുടെ സമരത്തോടൊപ്പം ഞങ്ങൾ ഉണ്ട്. ഇതിനകത്ത് ഒരു രാഷ്ട്രീയവുമില്ല. ജീവിക്കാൻ വേണ്ടി അവർ നടത്തുന്ന ഈ പോരാട്ടത്തിൽ അവരോടൊപ്പം ഞങ്ങളുണ്ടാവും. VV അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, രണ്ടാഴ്ചയാവുകയാണ് സമരം, 13ാം ദിവസം. ഇപ്പോഴും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായ ഒരു നിലപാടുണ്ടാകുന്നില്ല. സമരത്തിന് കൂടുതൽ പിന്തുണ കൂടി വരുന്ന പശ്ചാത്തലമുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടലിനുള്ള സാധ്യത ഇപ്പോഴുണ്ടോ? അഭിലാഷ്, സമരം തീർക്കാനുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു തവണ ആരോഗ്യമന്ത്രി ചർച്ച നടത്തി. പക്ഷേ ആ ചർച്ചയിൽ ആരോഗ്യമന്ത്രി പറഞ്ഞ ധനവകുപ്പുമായി ചർച്ച ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കാമെന്നുള്ളത്. അതായത് അത് സമരക്കാരുടെ ആവശ്യത്തോടുള്ള കൃത്യമായ മറുപടി ആയിരുന്നില്ല. സമരക്കാർ എന്താണോ ആവശ്യപ്പെട്ടത് അതിൽ വ്യക്തതയില്ലാതെയാണ് സർക്കാരിന്റെ മന്ത്രിയുടെ അന്നത്തെ ഇടപെടൽ. അതാണ് പ്രശ്നം വഷളാക്കുന്നത്. അതിനുശേഷം മന്ത്രി നടത്തിയ പരാമർശങ്ങളും വിവാദമായിട്ടുണ്ട്. പ്രധാനമായും മന്ത്രിയെ കാണാനെത്തിയ തങ്ങളെ മന്ത്രിയുടെ ഭർത്താവ് തിരിച്ചയച്ചു എന്ന് ആശാവർക്കർമാർ പരാതി പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞവർ പറഞ്ഞത് കള്ളമാണ്. അങ്ങനെ ആരും അവിടെ തന്നെ കാണാനെത്തിയതില്ല. തന്റെ ഭർത്താവ് തിരുവനന്തപുരത്തുണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് തിരിച്ചയക്കുന്ന ചോദ്യമാണ് മന്ത്രി ഉന്നയിച്ചത്. കാണാനെത്തിയവരിൽ ആശാവർക്കർ അല്ലായിരുന്നു കൂടെ ഉണ്ടായിരുന്നതെന്ന് സമരസമിതി നേതാവായ മിനിയെ, സമരസമിതിയുടെ ഈ സംഘടനയുടെ വൈസ് പ്രസിഡന്റായ മിനിയെ പരാമർശിച്ച് മന്ത്രി പറഞ്ഞ വിവാദമായിരുന്നു. ഏതായാലും അതിനൊക്കെ മറുപടി ഇപ്പോൾ ആശാവർക്കർമാർ തന്നെ നൽകുന്നുണ്ട്. ഒരു കാരണവശാലും സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല. അവസാനത്തെ ആവശ്യവും സർക്കാർ അംഗീകരിക്കും വരെ ഈ സമരം തുടരുമെന്ന് തന്നെയാണ് സമരക്കാർ വ്യക്തമാക്കുന്നത്. അഭിലാഷ്, ഒപ്പം സമരക്കാരുടെ ഭാഗത്ത് നിന്ന് 13ാം ദിവസവും സമരം തുടരുന്നു. ഇതിപ്പോൾ രാഷ്ട്രീയ പ്രേരിതമെന്ന ആരോപണം കൂടി നിലനിൽക്കുന്നുണ്ട്. കൂടുതൽ നേതാക്കൾ അവിടേക്ക് എത്തിപ്പെടുന്ന സാഹചര്യമുണ്ട്. ഇന്ന് രാവിലെ രമേശ് ചെന്നിത്തല സമര സ്ഥലത്ത് എത്തിയിരുന്നു. സമരം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എന്ന വിമർശനങ്ങൾ പ്രതിഷേധക്കാർ തന്നെ തള്ളിക്കളയുകയാണല്ലോ. കൂടുതൽ നേതാക്കൾ ഇനിയും സമരപന്തലിലേക്ക് എത്തും എന്ന് വേണമോ പ്രതീക്ഷിക്കാൻ? അരുൺ, അഭിലാഷ്, കോൺഗ്രസ് സമരം ഏറ്റെടുക്കും എന്ന ചില പ്രതികരണങ്ങളുണ്ടായിരുന്നു. കോൺഗ്രസിന്റെ നേതാക്കൾ ആദ്യം രമേശ് ചെന്നിത്തലയാണ് ഇവിടെ എത്തിയത്. സമരത്തിന്റെ ആദ്യ ദിവസം പിന്നീട് പ്രതിപക്ഷ നേതാവ് വന്നു. ഇപ്പോൾ KPCC അധ്യക്ഷൻ തന്നെ വന്നു. ഇന്ന് വീണ്ടും
ചെന്നിത്തല വരുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ കോൺഗ്രസ് സമരം ഏറ്റെടുക്കുന്നു എന്നൊരു പ്രചരണമുണ്ടായിരുന്നു. പക്ഷേ അത് തള്ളിക്കളയുകയാണ് സമരക്കാർ. അങ്ങനെ ആരും തങ്ങളുടെ സമരം ഏറ്റെടുക്കേണ്ട, ആർക്കു വേണമെങ്കിലും പിന്തുണയുമായി വരാം, പിന്തുണ സ്വീകരിക്കാം. അതിനപ്പുറത്തേക്ക് ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ളവർക്ക് ഇവിടേക്ക് വരാം എന്ന് അദ്ദേഹത്തെ പോലും സ്വാഗതം ചെയ്യുന്നു സമരക്കാർ. ഭരണമുന്നണിയിലെ പ്രധാനപ്പെട്ട പാർട്ടിയുടെ നേതാവാണ്, സംസ്ഥാന സെക്രട്ടറിയാണ്, അദ്ദേഹത്തിനും ഇവിടെ വരാം, ആ പിന്തുണയും സ്വീകരിക്കും. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ സമരം ഏറ്റെടുക്കാൻ ആരും വരേണ്ട, തങ്ങൾ തുടങ്ങിയ സമരം തീർക്കാനും അറിയാം എന്ന നിലപാട് തന്നെയാണ് ഈ സമരക്കാർ ഇന്നും സ്വീകരിക്കുന്നത്. ഒരു തരത്തിലും പിന്മാറില്ല എന്നവർ ഉറപ്പിച്ചു പറയുന്നു. ആവശ്യങ്ങൾ പൂർണ്ണമായും നേടിയെടുക്കാതെ ഇവിടെ നിന്ന് മടങ്ങിപ്പോകില്ല. ആശമാരുടെ ഓണറേറിയം 21,000 രൂപ ഉയർത്തണമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. വിരമിക്കൽ ആനുകൂല്യങ്ങൾ 5 ലക്ഷം രൂപയെങ്കിലും നൽകുക എന്ന ആവശ്യമുണ്ട്. പശ്ചിമ ബംഗാൾ സർക്കാർ അടക്കം ആ തുക നൽകുന്നുണ്ട്. ഓണറേറിയത്തിന്റെ പേരിലുള്ള മുഴുവൻ മാനദണ്ഡങ്ങളും പിൻവലിക്കണം. ഈ PSC അംഗങ്ങളുടെ ശമ്പളം കൂട്ടിയതുമൊക്കെ ഇപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ്. അവരുടെ മുദ്രാവാക്യങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അതായത് PSC മെമ്പർമാർക്ക് ശമ്പളം കുത്തനെ കൂട്ടുന്നു, ആശമാർക്ക് ആട്ടും തുപ്പും എന്നൊക്കെ പറഞ്ഞ പരാമർശങ്ങൾ അവരുടെ ഈ പ്രചരണ ബോർഡുകളിലൊക്കെയുണ്ട്. ഒരു തരത്തിലും പിന്നോട്ട് പോകില്ലെന്ന് ഉറപ്പിച്ചു തന്നെയാണ് സമരക്കാർ ഇപ്പോഴും ഈ സമര രംഗത്ത് തുടരുന്നത്. കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തുന്നു. ഈ സമരം വിജയിക്കും വരെ ഇവിടെ ഉണ്ടാവും. എന്താണ് നിങ്ങളുടെ തീരുമാനം? വിജയിക്കും വരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. വിജയിച്ചിട്ടേ ഞങ്ങൾ പോകത്തുള്ളൂ. ഇനിയും ഈ 7,000 രൂപയ്ക്ക് ജോലി ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. 18 വർഷം ജോലി ചെയ്തു മതി. ഇനി അങ്ങോട്ടുള്ള ജോലി തുടരണമെങ്കിൽ ശമ്പളം കൂട്ടി തന്നേ പറ്റൂ. ശമ്പളം കിട്ടുന്നതുവരെ ഞങ്ങൾ ഇവിടെ സമരം തുടരും. കൂടുതൽ ആളുകൾ വരുമോ സമരത്തിലേക്ക്? കൂടുതൽ ആളുകൾ വരും, എല്ലാവരും വരും. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എല്ലാവരും വന്നിരിക്കും. വന്നുകൊണ്ടേയിരിക്കുന്നു, ആൾക്കാരെല്ലാം വന്നുകൊണ്ടേയിരിക്കും. സർക്കാർ നിങ്ങളുടെ ലിസ്റ്റൊക്കെ എടുക്കുന്ന പറയുന്നുണ്ട്. ഇവിടെ സമരത്തിന് വന്ന ആളുകളുടെ ലിസ്റ്റൊക്കെ സർക്കാർ ജോലി ചെയ്ത് പിരിച്ചുവിടുന്ന പേടിയുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, പേടിയൊന്നുമില്ല. ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല. സർക്കാരിനെ ഞങ്ങൾക്ക് പേടിയില്ല. പിന്നെയാണോ ലിസ്റ്റിന്റെ പേടി? ഇല്ല. അത്രയും ജനങ്ങൾ, ടെററായ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഞങ്ങൾ ഉയർന്നു വന്നതാണ്. അവരോട് പറ്റി തെളിഞ്ഞവരാണ്. അതുകൊണ്ട് സർക്കാരിന് ഞങ്ങൾക്ക് പേടിയില്ല. അതുകൊണ്ട് സർക്കാർ ലിസ്റ്റ് എടുത്തെന്നോ പേരെടുത്തെന്നോ പറഞ്ഞിട്ട് ഞങ്ങൾ ഒരുപാട് സർവേ പേരുകൾ എടുത്തവരാണ്. ഞങ്ങൾക്ക് പേടിയില്ല. പിന്നെ ഞങ്ങളെ പേര് കൊടുക്കാൻ ആരെടുത്താലും ഞങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ജോലി ചെയ്തതിനാണ് കൂലി ചോദിക്കുന്നത്. അല്ലാതെ വെറുതെ ഓഫീസിനകത്തിരുന്ന പേരിന്റെ കാറ്റ് കൊണ്ടിട്ടല്ല കൂലി ചോദിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ജോലി ചെയ്ത ശമ്പളം നമുക്ക് കിട്ടിയേ തീരൂ. ഇത് തന്നെയാണ് അവരുടെ നിലപാട്. ഒട്ടും പിന്നോട്ടില്ല എന്ന് അവർ പറയുകയാണ്. തങ്ങളുടെ അവകാശങ്ങൾ, ആനുകൂല്യങ്ങൾ കിട്ടിയേ തീരൂ. അത് കിട്ടാതെ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകില്ല എന്ന് തന്നെ ആശാവർക്കർമാർ നിലപാട് തുടരുകയാണ്. ഇതാണ് ആശാവർക്കർമാരുടെ നിലപാട്. സമരവുമായി മുന്നോട്ട് തന്നെ എന്നുള്ളതാണ്. 13ാം ദിവസമാണ് സമരം തുടരുന്നത്. ഏത് തരത്തിലുള്ള ഭീഷണികളെയും മറികടക്കുക തന്നെ ചെയ്യും എന്നാണ് ആശാവർക്കർമാർ ഇപ്പോൾ പറയുന്നത്. കായംകുളം നഗരസഭ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനത്തിന് മുമ്പ് മതപരമായ പ്രാർത്ഥന നടത്തിയ കൗൺസിലറെ അയോഗ്യനാക്കാൻ പ്രമേയം. മുസ്ലിം ലീഗ് അംഗം നവാസ് മുണ്ടകത്തിലിന് എതിരെ ആണ് LDF ഭരിക്കുന്ന നഗരസഭ UDF അംഗങ്ങളുടെ പിന്തുണയോടെ പ്രമേയം പാസാക്കിയത്.